ദിവസങ്ങളുണ്ട്. എല്ലാം മനസ്സിലായോ? ഒരാഴ്ചക്ക് എത്ര ദിവസങ്ങളുണ്ട്? ഇതാണ് എന്നെ ടീച്ചർ പഠിപ്പിച്ചത്. അപ്പൊ പഠിക്കാൻ ഗൈസ് നാളെ ചെല്ലുമ്പോൾ പറയണം ഗൈസ്, എല്ലാം പറയണം. നമുക്ക് പഠിക്കാം. എന്താണ് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇത് നമ്മുടെ GK ബുക്കാണ് ഗൈസ്. ഇതിനകത്ത് ഞാൻ എൻ്റെ പേര് എഴുതിയിട്ടുണ്ട്. GK ബുക്ക് കണ്ടോ, പേരില്ലാത്ത ബുക്കാണ് GK ബുക്ക്. അപ്പൊ അതിയാണ് ഇത് കണ്ടോ, ഏതാത്തോണ്ട് ഇങ്ങനെ വരച്ച് വെച്ചേക്കാൻ ടീച്ചർ. എനിക്കൊന്നും വയ്യ, ഞാൻ എന്നും ഇങ്ങനെ പറയും, എനിക്കൊന്നും വയ്യ. ഒരാഴ്ചക്ക് എത്ര ദിവസങ്ങളാണ് ഉള്ളത്? സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, ഫ്രൈഡേ, സോറി ഗൈസ്, തേഴ്സ്ഡേ, വെനസ്ഡേ, സോറി ഗൈസ്, തേഴ്സ്ഡേ, ഫ്രൈഡേ ആൻഡ് സാറ്റർഡേ. ഓക്കെ ഓക്കെ, ഒന്നുകൂടെ പറയാം. ട്യൂസ്ഡേ, സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, ഫ്രൈഡേ. എനിക്ക് എപ്പോഴും ടേസ്റ്റ് മാറിപ്പം ഗൈസ്. അത് ടീച്ചറിൻ്റെ അടിയിട്ടുണ്ട്. ഇന്ന് എനിക്ക് കുറെ അടിയിട്ടതാണ്. പേരുകളാണ് എന്നും വലിയ ഞായർ, ചൊവ്വ. നമ്മള് കളത്തോണി ബുക്ക് എടുക്കാം. ഇത് കണ്ടോ, ഇത് എന്റെ പേര് എഴുതിക്കൊണ്ട് കണ്ടോ. ഇത് കണ്ടോ, ഇങ്ങനെ നമ്മളെ കളത്തോണി ബുക്ക് നമ്മള് ഇതിയാണ് പഠിപ്പിക്കുന്നത്. ഇത് ഏതെന്താ അങ്ങനെ അപ്പൊ വരച്ചാലും മതി. സ്കൂളിലുണ്ട്. ഞാൻ ഇത് തന്റെ തെച്ചിട്ട് പോയി. അതുകൊണ്ട് ഇത് വരയ്ക്കാനുള്ളതാണ്. തന്റെ ഇത് വരയ്ക്കുള്ളത്. ഇത് പൂച്ച വരയ്ക്കണം. ഇത് പട്ടി. ഇത് അത്ര മാത്രമേ ഉള്ളൂ. ഇനി അപ്പത്തെ എടുക്കട്ടെ. സ്മോൾ പിക്കുമാണ് ഗായ്സ്. നമുക്ക് ഇനി അപ്പത്തെ എടുക്കാം. അപ്പത്തെ ഇതാണ് കേട്ടോ. ഇത് പൂച്ച ഉണ്ടല്ലോ, ഇത് വരയ്ക്കണം. ഇതിനകത്ത് വ്യത്യാസം കണ്ടുവരിക്കാനാണ്. ഇതിനകത്താകുമ്പോണ്ടല്ലോ, അപ്പൊ ഇതിനകത്ത് വട്ടം വരയ്ക്കാം. എന്നിട്ട് ഇതിനകത്ത് പൂച്ച ഉണ്ടല്ലോ, അത് ഈ വട്ടം വരയ്ക്കണം, ഇത് ഈ വട്ടം വരയ്ക്കണം. ശരി, ഇത്ര കണ്ടോ. അപ്പോ ഇത് കണ്ടോ, ഇത് ഈ ജനലിയൊക്കെ റൗണ്ട് വരയ്ക്കണം കേട്ടാ. ഞാൻ അടുത്ത പേജ് ഇത് ഞാൻ വരച്ചതാണ് കേട്ടോ. ഫാമിലി വരച്ചൂടാ, ഞാൻ വരച്ചിട്ടുണ്ട്. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഇത് അമ്മ, ഇത് ഞാൻ, ഇത് പപ്പ, ഇതെന്റെ ഇതെന്റെ മതത്തിന് പിന്നീന്ന് പേരിട്ട് അത് ഏതാത്തതാണ്. ഇതാണ് എന്റെ ഫാൻ. ഇത് കണ്ടോ, ഇത് വട്ടം മഴക്കളായിരുന്നു. നമ്മൾ വലിയ കുടുംബം, ഇത് ചെറിയ കുടുംബം. ഓക്കെ, ഇത് കണ്ടോ, ഇത് നല്ലോണം അടിച്ചു. നമുക്ക് അപ്പത്തത് എടുത്താലോ. അപ്പത്തത് പൂവിൻ്റെതാണ്. ഇവിടെ വെച്ച് അടിക്കാൻ പറഞ്ഞ്, പക്ഷെ നമ്മൾ അടിക്കുന്നില്ല. ഇത് സ്ലീപ്പിംഗ്. ഓക്കെ, ഇത് വരച്ചു കൊടുക്കണം. ഫാന് റൂമിയോട്ട്, അലമാര റൂമിയോട്ട്, ബക്കറ്റ് ബാത്റൂമിൽ, സോപ്പ് ബാത്റൂമിൽ, കപ്പ ബാത്റൂമിൽ. അതല്ല, ഞാൻ കാര്യം പറയട്ടെ. ആദ്യം ഈ ഫാൻ എടുത്ത് കക്കൂസ് വെക്കും. കുറെ ആളുകളില്ലേ നമ്മൾ സ്കൂളിൽ പഠിക്കണം. ആ ആളുകൾ എടുത്ത് തന്റെ ഫാൻ എടുത്ത് തന്റെ അറിഞ്ഞൂടെ. എല്ലാവർക്കും ഞാൻ പറഞ്ഞു കൊടുക്കും. പിന്നെ തെറ്റിച്ചാൽ കണമായി
ഏതെടുക്കാൻ ഇത് കണ്ടോ, ഇത് നേരെയാണ് ഏതാണ്, അല്ലാതെ ഇവിടെ ഇവിടെ ഇതിനകത്ത് 3 ഇതിനകത്ത് 2. ഓക്കെ, നമുക്ക് ഒരു പിള്ളേർക്ക് ഇല്ല. ഏതാണ്ട് ഇത് ഇങ്ങനെ വന്നിട്ട് ബാക്കി ഈ തുണി എടുത്താണ്. എന്നിട്ട് ഈ വരി ഉണ്ടല്ലോ, ഇവിടെ ഇങ്ങനെ പോയി, ഇവിടെ ഇങ്ങനെ പോയി, ഇവിടെ എങ്ങനെ പോയി എത്തി. അപ്പത്തെ നമ്മൾ കളിയുടെയാണ് നമ്മൾ പഠിക്കുന്നത്. പാടാം നമുക്ക്. കൈ അടിക്ക് പോയുണ്ടെന്നാൽ കൈ നന്നായിട്ട് കഴുകണം കൂട്ടുകാരെ. ആരത്തിന് നന്നായി കഴുകണം കൂട്ടുകാരെ. ആകാരത്തിന് മുമ്പും പിന്നും കയ്യും വായും കഴുകണം. നഖം നിത്യവും കുളിച്ചിടണം. പല്ല് തേച്ചിടണം. എല്ലാം വെട്ടിടണം. തന്നിനം തന്നിനം തന തന്നിനം 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 തന തന്നിനം 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 തന തന്നിനം 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 തന. ഇതാണ് ഇന്ന് പഠിപ്പിച്ചെന്ന പാട്ട്. എങ്ങനെയുണ്ട് എന്റെ പാട്ട്? എല്ലാരും കൈകളെല്ലാം കഴുകിയിരിക്കണം കേട്ടോ. അതാണ് നല്ലപോലെ ഇരിക്കുന്ന കുട്ടി. ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ് നമുക്ക് ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ് അടുത്ത വീഡിയോയ്ക്ക് കാണാം.